നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ്. നാടെങ്ങും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. നാട്ടിക എസ്.എൻ. ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജപ്തി ഒഴിവാക്കി തിരിച്ചെടുത്ത ആധാരം കളക്ടർ കൈമാറി. അനിതയുടെ ജീവരക്ഷാ പ്രവർത്തനം മാതൃകയായി. കൈവിരലറ്റയാളുടെ വിരൽ കണ്ടെത്തി തുന്നിച്ചേർത്തു. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അകാരണമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പോളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം തൃപ്രയാർ സ്റ്റാൻഡിൽ സമാപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചു. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് യദു കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജനകീയ സമരം നടത്തിയതിന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് അങ്ങ് മൂക്കിക്കയറ്റി കളയാമെന്നാണ് പിണറായി വിജയൻ ധരിക്കുന്നതെങ്കിൽ വിഡ്ഢികളുടെ മൂഢസ്വർഗത്തിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ജീവിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. യുവജന സമരങ്ങളെ അതുപോലെ തന്നെ ജനകീയ സമരങ്ങളെ അടിച്ചമർത്തിയും തല്ലിച്ചതച്ചും ചോരയിൽ മുക്കിയും കയ്യാമം വെച്ചും അറസ്റ്റ് ചെയ്തും അങ്ങ് നിർവീര്യമാക്കി കളയാമെന്ന് പിണറായി വിജയൻ കരുതുന്നതെങ്കിൽ 1-ന് 10 10-ന് 100 ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഉയർന്നെഴുന്നേൽക്കും എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ സുബിൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഹാഷിം, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PM സിദ്ദീഖ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിനോയ് ലാൽ, സുമേഷ് പാനാട്ടിൽ, സിദ്ധൻ മാസ്റ്റർ, CV വികാസ്, പഞ്ചായത്ത് മെമ്പർ അജ്മൽ ഷെരീഫ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ വൈഭവ്, സുജിൽ കരിപ്പായി, രാകേഷ് UR, രഹന ബിനീഷ് എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അന്യായമായി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് വൈകിട്ട് പഞ്ചായത്തിന് മുന്നിൽ നിന്ന് വാടാനപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി അൻസാറും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഐശ്വര്യ നിഖിലും തിരിതെളിയിച്ച പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫയുടെ നേതൃത്വത്തിൽ മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ CM ശിവപ്രസാദ്, KV സിജിത്ത്, മണ്ഡലം വൈസ് പ്രസിഡന്റ് CM രഘുനാഥ്, സെക്രട്ടറിമാരായ രാഗനാഥൻ വയക്കാട്ടിൽ, AA മുഹമ്മദ്, ആസിഫ് അലി, ഉമ്മർ AM, നൂറുദ്ദീൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സുഗന്ധിനി ഗിരീഷ്, പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സമീർ ഹംസ, ജനറൽ സെക്രട്ടറി മുഹമ്മദ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സുജാത ഹരിഹരൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുചിത്ര ദിനേശ്, INTUC മണ്ഡലം പ്രസിഡന്റ് സുനിൽ ഇത്തിക്കാട്ട്, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ PV, വെണ്ണാരത്തിൽ മോഹൻദാസ്, ഇക്ബാൽ ഖത്തർ ഇൻകാസ് പ്രതിനിധി സുനിൽ വാലത്ത്, പീതംബരൻ വാലത്തു, സനില ബൈജു, ഷംസുദ്ദീൻ, ഷൌക്കത്ത് അലി, സിദ്ദീഖ് ഷംസുദ്ദീൻ, റഫീഖ് നടുവിൽക്കര, സമീർ ബീച്ച്, ജനശ്രീ മിഷൻ ചെയർമാൻ രമേശ്, മണ്ഡലം കോൺഗ്രസ് നേതാവ് മുഹമ്മദ്, കർഷക കോൺഗ്രസ് നേതാവ് പ്രേംകുമാർ, വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് രഞ്ജീഷ്, ചിലങ്ക റോഡ് സമരസമിതി അംഗം കബീർ എന്നിവർ ചേർന്ന് ഫാസിസ്റ്റ് ഭരണ ഭീകരതയ്ക്കും അനീതിക്കുമെതിരെ പ്രതിഷേധിച്ചു. കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PA ഷൌക്കത്ത് അലി നയിക്കുന്ന സമരപ്രഖ്യാപന വാഹന പ്രചരണ ജാഥയ്ക്ക് വലപ്പാട് പഞ്ചായത്ത് 14, 16, 17 വാർഡ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ ബുധനാഴ്ച വൈകിട്ട് കഴിമ്പ്രം VPM SNDP സ്കൂൾ പരിസരത്ത് സ്വീകരണം നൽകി. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് NS ധർമ്മൻ മാസ്റ്റർ ജാഥ ക്യാപ്റ്റനെ ഹാരമണിയിച്ച് സ്വീകരിച്ചു. തുടർന്ന് വലപ്പാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് രഞ്ജൻ ഇരുമത്തുരുത്തിയും ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി KH കബീറും ചേർന്ന് തലപ്പാവ് അണിയിച്ചു. പിന്നീട് KV വിജയൻ, സുധാകരൻ നെടിയിരിപ്പിൽ, സുധർമ്മൻ, ഹംസ, ഡേവിസ്, അക്ബർ അലി, ഫാത്തിമ സലീം, നളിനി കേശവൻ, ജഗദീശൻ മാസ്റ്റർ, സൂര്യൻ, ഗുണശീലൻ, കുട്ടനയെ, നകുലൻ, സുരേഷ് പുല്ലാട്ട്, ശബരി മോഹനൻ, ബിജു നെടിയിരിപ്പിൽ എന്നിവർ ഹാരമണിയിച്ചു. DCC സെക്രട്ടറി അനിൽ പുളിക്കൽ, ഇസ്മായിൽ അറയ്ക്കൽ,
വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് വികാസ് എന്നിവർ സംസാരിച്ചു. PM ശരത് കുമാർ, അനിൽ കരുവത്തിൽ, അമ്പിളി, മഹറൂബ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജാഥ ക്യാപ്റ്റൻ ഷൌക്കത്ത് അലി സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. പെട്രോളിന് 110 രൂപയും ഡീസലിന് 100 രൂപയും കൊടുക്കേണ്ട അവസ്ഥയിലാണ്. എന്ത് ഗ്യാരണ്ടിയാണ് 50 രൂപക്ക് പെട്രോൾ കൊടുക്കും ഡീസൽ കൊടുക്കുമെന്ന് പറഞ്ഞ മോദിയുടെ ഗ്യാരണ്ടി ഇന്ന് പെട്രോളിന് 110ഉം ഡീസലിന് 100 രൂപയുമായി മാറിയിരിക്കുന്നു. പാചകവാതകം സമ്പൂർണമായി സൗജന്യമായി കൊടുക്കുമെന്ന് പറഞ്ഞവരാണ്. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന ആ കാലയളവിൽ ഈ രാജ്യത്ത് പാചകവാതകത്തിന്റെ വില 400 രൂപയും 450 രൂപയും മാത്രമായിരുന്നു. കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് താന്യം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാളമുക്ക് സെന്ററിൽ സ്വീകരണം നൽകി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ ജാഥ ക്യാപ്റ്റൻ PI ഷൌക്കത്ത് അലിക്ക് ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. നേതാക്കളായ അനിൽ പുളിക്കൽ, നൌഷാദ് ആറ്റുപറമ്പത്ത്, VK പ്രദീപ്, MB സജീവൻ, ഷൈൻ നാട്ടിക, EM ബഷീർ, റോയ് ആന്റണി എന്നിവർ പ്രസംഗിച്ചു. ചെമ്മാപ്പള്ളി സെന്ററിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ഹിറോഷ് ത്രിവേണി, CM നൌഷാദ് എന്നിവർ പ്രസംഗിച്ചു. ഷംസുദ്ദീൻ കടുകപ്പീടികയിൽ, നിസാർ കുമ്മക്കണ്ടത്ത്, പ്രമോദ് കണിമംഗലത്ത്, സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, T സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അഴിമതിയാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ജലജീവൻ പദ്ധതിയിൽ കോടിക്കണക്കിന് രൂപയാണ് ഓരോ പഞ്ചായത്തുകളിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാട്ടർ അതോറിറ്റി അടച്ചു വെക്കേണ്ടത്. പക്ഷേ താന്യം പഞ്ചായത്തിൽ ഞാൻ അറിഞ്ഞപ്പോൾ ഇവിടെ പണം കെട്ടിവെച്ചിട്ടില്ല. ഇവിടെ ഏകദേശം 20 കോടി രൂപയോളം താന്യം പഞ്ചായത്തിലെ റോഡുകൾ പൊളിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ മുൻകൂറായി നമ്മുടെ പഞ്ചായത്തിൽ അടക്കേണ്ടതുണ്ട്. സ്വാന്തനമേകി കനിവ് ക്ലാസ്മേറ്റ്സ് കൂട്ടായ്മ എടമുട്ടം ആഷീസ് ആൽഫ കെയർ ഹോമിലെ അന്തേവാസികൾക്ക് ആശ്വാസമേകാനും സന്തോഷം പകരാനും അന്തിക്കാട് കനിവ് ക്ലാസ്മേറ്റ്സ് കൂട്ടായ്മ അംഗങ്ങൾ പങ്കുചേർന്നു. കൂട്ടായ്മ ഭാരവാഹികളായ പ്രസിഡന്റ് വിൻസി ജോസ് മോൻ, സെക്രട്ടറി മിനി ഷാജു, വൈസ് പ്രസിഡന്റ് അജിത ഉണ്ണികൃഷ്ണൻ, മറ്റു കൂട്ടായ്മ അംഗങ്ങളും എന്നിവർ നേതൃത്വം നൽകി. കനിവ് ക്ലാസ്മേറ്റ് ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ എത്തിച്ചേരുകയും ആൽഫ കെയർ യൂണിറ്റിലെ അമ്മമാരും ആൾക്കാരോടൊപ്പം ഉച്ചഭക്ഷണം പങ്കിടുകയും ചെയ്തു. സന്തോഷം അറിയിക്കുന്നു. മാനസിക ശാരീരിക വൈകല്യങ്ങളെ മറന്ന് പാട്ടുപാടിയും മറ്റു കലാപരിപാടികൾ അവതരിപ്പിച്ചും ഉല്ലസിച്ച അവരോടൊപ്പം കനിവ് കൂട്ടായ്മ അംഗങ്ങൾ ഒത്തുചേർന്നു. തുടർന്ന് സ്നേഹവിരുന്നും നടത്തി. ആൽഫ കെയർ ഹോം PRO താഹിറ നന്ദി പറഞ്ഞു. ഇന്നിവിടെ ഭക്ഷണം തന്നിട്ടുള്ളത് ലൈഫ് ചാരിറ്റബിൾ ട്രസ്റ്റാണ്. അവരിപ്പോൾ നമുക്ക് 2 തവണയായി ഭക്ഷണം കൊണ്ടുവരുന്നത്. അവർക്ക് ഭക്ഷണം സ്പോൺസർ ചെയ്തിരിക്കുന്നത് കനിവ് കൂട്ടായ്മ അന്തിക്കാടല്ലേ. അപ്പോൾ ഈ 2 സംഘടനകൾക്കും ആഷീസ് ആൽഫ കെയർ ഹോമിൻ്റെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. നാലുകാരോട് തേൻ മലരെ മാഞ്ഞു പോകയോ നീളെ നീളെ പാടങ്ങളെല്ലാം കൊതിതുള്ളി നിൽക്കവേ നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ചും മറ്റും നടത്തി ജപ്തി ഒഴിവാക്കി തിരിച്ചെടുത്ത ആധാരം കളക്ടർ കൈമാറി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം തണൽ ഭവന പദ്ധതിയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ തൃപ്രയാർ ബ്രാഞ്ചിലെ ലേല നടപടി നേരിടുന്ന
സന്തോഷ് കാളക്കൊടുവത്തിന്റെ വീടിന്റെ ആധാരം മുഴുവൻ കുടിശ്ശികയും തീർത്ത് SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികൾ വിവിധ ചലഞ്ചിലൂടെ പണമുണ്ടാക്കി ആധാരം വീണ്ടെടുത്തു. NSS വളണ്ടിയർമാർ വീണ്ടെടുത്ത ആധാരം തൃശൂർ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ IAS സന്തോഷിന് കൈമാറി. കഴിഞ്ഞ വർഷവും AKG കോളനിയിൽ താമസിക്കുന്ന ലക്ഷ്മിയുടെയും ജപ്തി ഒഴിവാക്കി വീട് വെച്ച് നൽകിയിരുന്നു. ജില്ലാ കളക്ടർ NSS യൂണിറ്റിന്റെ പ്രവർത്തനത്തിൽ അഭിനന്ദിച്ചു. ചടങ്ങിൽ NSS ജില്ലാ കോർഡിനേറ്റർ MV പ്രതീഷ്, ക്ലസ്റ്റർ കോർഡിനേറ്റർ രേഖ ER, NSS പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ്, PTA പ്രസിഡന്റ് PSP നസീർ, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ഷൈജ EB, NSS വളണ്ടിയർ ലീഡർമാരായ അക്ഷത് KV, ഹിബ ഫാത്തിമ, നീരജ് KH, ശ്രീലക്ഷ്മി KU, വിഷ്ണുവർദ്ധൻ, ഹിസാൻ, നസ്രീം എന്നിവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ മണപ്പുറം മാക്കെയർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ. ഒരു കണ്ണട വാങ്ങൂ, മറ്റൊന്ന് സൗജന്യമായി നേടൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. കണ്ടീഷൻസ് അപ്ലൈ. എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും. ഈ സേവനം ജനുവരി 10 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും 2023 ഡിസംബർ 15 മുതൽ 2024 ജനുവരി 15 വരെ 1 പവന് മുകളിൽ പർച്ചേസ് ചെയ്യൂ. ഗിഫ്റ്റ് ട്രീയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ. ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമോൾ ത്രിപുര. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. അന്തിക്കാട് കൈവിരലിട്ടയാളുടെ വിരൽ കണ്ടെത്തി തുന്നിച്ചേർത്തു. അനിതയുടെ ജീവരക്ഷാ പ്രവർത്തനം മാതൃകയായി. അന്തിക്കാട് റിട്ടയേർഡ് പട്ടാളക്കാരന് ബൈക്ക് അപകടത്തിൽ നഷ്ടപ്പെട്ട വിരൽ കണ്ടെത്തി തുന്നിച്ചേർത്തു. അന്തിക്കാട് സ്വദേശിയും റിട്ടയേർഡ് പട്ടാളക്കാരനുമായ കൊച്ചത്ത് രതീന്ദ്രദാസിനാണ് വിരൽ നഷ്ടപ്പെട്ടത്. ഇക്കഴിഞ്ഞ ദിവസം രാവിലെ പാൽ വാങ്ങാനെത്തി ബൈക്ക് തിരിക്കുന്നതിനിടയിലായിരുന്നു ബൈക്കിന്റെ നിയന്ത്രണം തെറ്റി അപകടം സംഭവിച്ചത്. കൈമുറിഞ്ഞ് ചോര വാർന്ന നിലയിൽ രതീന്ദ്രദാസിനെ തൃശൂരിലെ ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്നാണ് സൊസൈറ്റിയിലെ ജീവനക്കാരി കൂടിയായ അനിത റോഡരികിൽ കിടന്നിരുന്ന വിരൽ കണ്ടെത്തിയത്. തുടർന്ന് വിരൽ തൃശൂരിലെ ആശുപത്രിയിൽ എത്തിച്ച് ഡോക്ടർമാർ വീണ്ടും തുന്നിച്ചേർക്കുകയായിരുന്നു. രാവിലെ ഞങ്ങളുടെ സംഘത്തിലേക്ക് വന്ന രതീന്ദ്രേട്ടൻ പാല് വാങ്ങാതെ മടങ്ങിപ്പോയി. എന്താ സംഭവം എന്നതറിയില്ല. ഞാൻ നോക്കിയപ്പോൾ അവിടെ ജനങ്ങളെ ഇതുണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോൾ പറഞ്ഞത് ആളെ കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആളെ അവിടെ അടുത്തായിട്ട് നിന്ന് വെച്ചു. ഞങ്ങൾ പറഞ്ഞു ആളത് കൂട്ടാക്കിയില്ല, ആൾ വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു. അവർ പറഞ്ഞു നന്നായി മുറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വേറൊരു ചേട്ടനും കൂടി ഉണ്ടായിരുന്നു അവിടെ ഈ സംഭവം നടന്ന സ്പോട്ടിൽ. അപ്പോൾ ആൾ പറഞ്ഞു തല നന്നായി കറങ്ങുന്നുണ്ടായിരുന്നു, ആൾ സമ്മതിച്ചിരിക്കാനായിട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു കാര്യം, രതീന്ദ്രേട്ടൻ്റെ വീട് ഇപ്പോൾ ഞങ്ങളുടെ പാലാൾക്ക് വന്ന കർഷകനെ അറിയായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ ആ ചേട്ടനെ അറിയും, ചിലപ്പോൾ വഴിയിലങ്ങനെ നീ തല കറങ്ങി വീണാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ശരി തന്നെയാണ് പറഞ്ഞു. പറഞ്ഞിരിക്കലെ ബ്ലഡ് പോയി സ്ഥലം നോക്കിയപ്പോണ്ട് ആ സംഭവം നടന്നതിൻ്റെ കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് ഇങ്ങനെ കൈവിരൽ കിടക്കണം. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ആളുടെ വിരലല്ലേ കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വെച്ചാൽ അന്ന് ലീവായിരുന്നു, ഞായറാഴ്ച ദിവസമായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു സംഘത്തിൽ. ഞങ്ങൾ പാല് കയറ്റാനായിട്ട് നിൽക്കായിരുന്നു പെരുമ്പട്ടയ്ക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോഴാണ് ഇങ്ങനെ തിരക്ക് കണ്ടതും അങ്ങോട്ട് പോയത്. അപ്പോൾ ആ സംഭവം നടന്ന സ്ഥലത്ത് അപ്പം ഞാൻ പറഞ്ഞു
എനിക്ക് വിരൽ കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പം ഇനി കൊണ്ടുപോയി ചെയ്യാന്ന് പറഞ്ഞപ്പോൾ പ്രവി പറഞ്ഞു ഞാൻ അറിയും ആളെ വീട്, ഞാൻ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞു. ഇവിടുന്ന് ഒരു കവറെടുത്ത് അത് കവറിലാക്കി ഞങ്ങൾ ആളെ വീട്ടിലെത്തിച്ചത്. പിറ്റേ ദിവസം എനിക്ക് വരാൻ പറ്റിയില്ല സംഘത്തിലേക്ക്. ആളെ ചേട്ടൻ അങ്ങോട്ട് പാല് വാങ്ങാൻ വരായിരുന്നു. അപ്പോൾ ഇന്നലെ ആളെ ചേട്ടൻ അങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു ആളെങ്ങനെയുണ്ട്, സുഖമായി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഡിസ്ചാർജായി, ആൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ആളിപ്പോൾ നല്ല ഇതിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു സംഭവം കേട്ടത് തന്നെ നമുക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. കാരണം നമുക്കതങ്ങനെ ചെയ്തു കൊടുക്കാനുള്ളൊരു ആ നേരത്തെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നമുക്കുണ്ടായില്ല. അതന്നെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഞാൻ കൊടുക്കുന്നത്. തന്റെ ജീവകാരുണ്യ പ്രവൃത്തി മൂലം രതീന്ദ്രദാസിന് വിരൽ തിരികെ ലഭിക്കാനിടയായതിലെ സന്തോഷം അനിത പങ്കുവച്ചു. അനിതയുടെ പ്രവൃത്തി അഭിനന്ദനങ്ങൾ പ്രവാഹമാണിപ്പോൾ. മണലൂർ താഴം കോൾപടവിലെ ഈ വർഷത്തെ മുണ്ടകൻ കൃഷിയുടെ കൊയ്ത്തുത്സവം സമിതി പ്രസിഡന്റ് എം ബി മോഹനന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ മണലൂർ ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ഡോക്ടർ ജാസ്മിൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. മണലൂർ താഴം പാടശേഖരത്തെ 700 ഏക്കറോളം വരുന്ന നിലത്തിൽ 815 കർഷകരാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. 1800 ടണ്ണോളം നെല്ലുൽപാദനമാണ് ഇത്തവണ കർഷകർ പ്രതീക്ഷിക്കുന്നത്. സെക്രട്ടറി ഗൗതമൻ, സമിതി സൂപ്പർവൈസർ പിത്തു കുന്നത്തുള്ളി, ട്രഷറർ PS ദിനേശൻ, KK രാമദാസ് എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. നമ്മുടെ മണലൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ ഒരു പാടശേഖരമാണ്. ഏകദേശം 275 ഹെക്ടർ വരുന്ന പാടശേഖരമാണ് മണലൂർ താഴം. വളരെ ഭംഗിയായി തന്നെ 2023-24 വർഷത്തെ മുണ്ടക സീസണിലെ എല്ലാ കൃഷിപ്പണികളും അവർ ചെയ്തിരിക്കുകയാണ്. ഇതിന് ഏറ്റവും കൂടുതൽ നേതൃത്വം നൽകിയത് ഇവിടെ പാടശേഖര ഭാരവാഹികളാണ്. അവരുടെ നിസ്വാർത്ഥമായ സേവനം തന്നെയാണ് ഇത്രയും വലിയൊരു പാടശേഖരത്തിനെ ഇത്രയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല, അത് അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതുകൂടാണ്ട് ഇവിടെ ഉള്ള എല്ലാ കർഷകരും പാടശേഖര സമിതിയോട് സഹകരിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. നാട്ടിക ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങല യുവതികളുടെ മുന്നേറ്റം. ജനുവരി 20-ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐ നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയിലെ യുവതികൾ ബസ്സിലും കടകളിലും കയറി പൊതുജനങ്ങളെ നേരിൽ കണ്ട് മനുഷ്യച്ചങ്ങലയിൽ അണിചേരാൻ അഭ്യർത്ഥിച്ചു. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യത്തിൽ റെയിൽവേ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ നടത്തുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണ പരിപാടിയിൽ ജില്ലാ കമ്മിറ്റി അംഗം VV സുസ്മിത, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ജെന്നി EPS, ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം ശ്രീലക്ഷ്മി ചന്ദ്രശേഖരൻ, ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലെ വിവിധ മേഖല യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായി. തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ക്യാൻ തൃശൂർ പദ്ധതിയുടെ 3ാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് നടത്തി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നേരത്തെ ക്യാൻസർ രോഗികളെ കണ്ടെത്തി അതിന് പരിഹാരത്തോടെ ചികിത്സ നടത്തി അതിൽ നിന്ന് അവരെ രക്ഷിച്ചെടുക്കുക എന്നാണ് ക്യാൻസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ വർഷങ്ങളിലുള്ള പരിശോധനയുടെ 3ാം ഘട്ടമുണ്ട്. ഈ 2 ഘട്ടത്തിലെ പരിശോധനയുടെ ഫലമായിട്ട് ഏതാണ്ട് 600-ലേറെ ആളുകളെ നമുക്ക് ഇങ്ങനെ കണ്ടെത്താൻ പറ്റിയിരിക്കും. അവർ എല്ലാവരും പരിപൂർണ്ണ സുഖപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ യാതൊരു വിധത്തിൽ ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമില്ല. ഇത് മറ്റേത് രോഗവും പോലെ ഡോക്ടറെ അടുത്ത് നിങ്ങൾ വന്നു അന്നേ കവിഞ്ഞ് യാതൊരു സവിശേഷതയില്ല. എല്ലാവർക്കും നന്മ മാത്രം ആശംസിച്ചുകൊണ്ട് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷത വഹിച്ചു. ക്യാൻ തൃശൂർ പദ്ധതിയുടെ ജില്ലാ നോഡൽ ഓഫീസർ PK രാജു പദ്ധതി വിശദീകരിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ AM മെഹബൂബ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര അബ്ദുൽ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ, വാർഡ് മെമ്പർമാരായ സിംഗ് വാലത്ത്, വിനയം പ്രസാദ്, KK സൈനുദ്ദീൻ, സുമന ജോഷി, ബിന്നി അറക്കൽ, തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PA സഫീർ, വാടാനപ്പള്ളി സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ K ഗോപകുമാർ എന്നിവർ പ്രസംഗിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത സ്വാഗതം പറയുകയും ഹെൽത്ത് ഇൻസ്പെക്ടർ നന്ദിയും രേഖപ്പെടുത്തി. ഗൈനക്കോളജി, സർജറി, ഡെന്റൽ, ENT, പൾമനോളജി എന്നീ വിഭാഗങ്ങളിൽ നിന്നുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ക്യാമ്പിൽ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി.
ക്യാമ്പിൽ 255 പേർ പങ്കെടുത്തു. തളിക്കുളം, വാടാനപ്പള്ളി, വലപ്പാട് ആരോഗ്യ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ, ആശാപ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി. താന്യം ഗ്രാമപഞ്ചായത്ത് 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം നടത്തി. ജനറൽ, SC വിഭാഗങ്ങൾക്ക് പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രഹ്ന പ്രജു, മെമ്പർമാരായ ആൻഡോ തൊറയൻ, സിജു പുലിക്കോട്ടിൽ, സതി ജയചന്ദ്രൻ, മീന സുനിൽകുമാർ, ശ്രീകല സന്തോഷ്, പ്രജീഷ രതീഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽ എന്നിവർ പ്രസംഗിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനറൽ വിഭാഗത്തിനും SC വിഭാഗത്തിനുള്ള കട്ടിൽ വിതരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. 32 SC ഗുണഭോക്താക്കൾക്കും 43 ജനറൽ വിഭാഗങ്ങൾക്കുമാണ് കട്ടിൽ വിതരണം നടക്കുന്നത്. 6,56,330 രൂപ ജനറൽ ഫണ്ടും 1.5 ലക്ഷം SC ഫണ്ടും ഉപയോഗിച്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതിയാണ് ഇവിടെ നടക്കുന്നത്. പദ്ധതി നിർവഹണത്തിൽ നമ്മൾ 5% നിർബന്ധമായിട്ടും വയോജനങ്ങൾക്ക് വകയിരുത്തേണ്ടതായിട്ടുണ്ട്. ആ പദ്ധതി വകയിരുത്തിയിട്ടുള്ള ഫണ്ട് കൊണ്ടാണ് നമ്മൾ ഈ കട്ടിൽ വിതരണം ഇന്നിവിടെ നടക്കുന്നത്. കിഴുപ്പിള്ളിക്കര ഗവൺമെന്റ് നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയയപ്പും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. വളരെ നല്ലൊരു ശുഭമുഹൂർത്തത്തിനാണല്ലേ നാം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. വാർഷികാഘോഷ പരിപാടികളും 5 വർഷം സ്തുത്യർഹമായ സേവനം ചെയ്ത നമ്മളുടെ അധ്യാപികമാർ വിരമിക്കുകയാണ്. അധ്യാപകർ സാറൊക്കെ എനിക്ക് അത്രയും വേണ്ടപ്പെട്ടതാണ്. എടുത്തുരുത്തിയാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഞങ്ങൾ അവിടെ വോളിബോൾ കളിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ ആ ക്ലബിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ ഓരോരുത്തരെയും എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട് അവരുടെ മികവുകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട്. ഈ വാർഷികാഘോഷം അല്ലെങ്കിൽ യുവജനോത്സവം എന്നൊക്കെ പറയുമ്പോൾ അത് ഉത്സവങ്ങളൊക്കെ ആഘോഷവേളകൾ നമ്മൾ ആഘോഷിക്കുകയും ഉത്സവങ്ങളാക്കി മാറ്റുകയാണ് വാർഷികാഘോഷങ്ങളല്ലേ. നമ്മളെല്ലാവരും നമ്മുടേതായ കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു. മനസ്സിലുള്ള എല്ലാവരുടെയും എന്താ പറയുക, മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. ഡാൻസ് ചെയ്യാൻ കഴിവുള്ളവരുണ്ട്, പാട്ടുപാടാൻ കഴിവുള്ളവരുണ്ട്, കവിത എഴുതാൻ കഴിവുള്ളവരുണ്ട്. ഒരുപാട് കഴിവുകൾ നമ്മുടെ മനസ്സിൽ അടക്കി വെച്ചിരിക്കുക. അതെല്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അത് പ്രകടിപ്പിക്കാനുള്ളൊരു വേദിയായി നമ്മുടെ യുവജനോത്സവ വേദികൾ മാറണം. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിരമിക്കുന്ന ജെസ്സി TA, രാജി KR, ബിന്ദു MK, മിനി KR, സാജു F ചാലിശ്ശേരി എന്നീ അധ്യാപകരെ ആദരിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉപഹാര സമർപ്പണം നടത്തി. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് വാട്ടർ പ്യൂരിഫയർ സമർപ്പണം നടത്തി. കൊടുങ്ങല്ലൂർ DYSPയും പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ സലീഷ് N ശങ്കരൻ മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് ജെസ്സി TA വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് മെമ്പർ CL ജോയ് അന്തിക്കാട്, BPC ഡോക്ടർ ഉമാദേവി, ഹെഡ് മിസ്റ്റേഴ്സ് ഇൻചാർജ് ബിന്ദു M, PTA പ്രസിഡന്റ് സുനിൽകുമാർ PV, PTA വൈസ് പ്രസിഡന്റ് KS ചന്ദ്രബാബു, SMC ചെയർമാൻ മനോജ് PR, MPTA പ്രസിഡന്റ് സബിത സൈനുദ്ദീൻ, HSS പ്രതിനിധി സുഗന്ധി MS, OSA പ്രസിഡന്റ് വേണുഗോപാൽ കൊല്ലാറ, സ്കൂൾ ചെയർപേഴ്സൺ അനന്യ ആനന്ദ്, സ്കൂൾ ലീഡർ റഹ്ന ഫാത്തിമ, പ്രിൻസിപ്പൽ സുഗന്ധി VR, സ്റ്റാഫ് സെക്രട്ടറി കവിത K എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് കോമഡി സ്റ്റാർസ് ഫെയിമും ലോക റെക്കോർഡ് ജേതാവുമായ പ്രതിജ്ഞന്റെ കലാവിരുന്നും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. വലപ്പാട് ഐഡിയ 23 കൊമേഴ്സ് BRC തല ത്രിദിന ശില്പശാല നടത്തി. സമഗ്ര ശിക്ഷ കേരളം തളിക്കുളം BRCയുടെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കുള്ള ഇനിഷ്യേറ്റീവ് ടു ഡെവലപ്പ് എന്റർപ്രണീറിയൽ ആറ്റിറ്റ്യൂഡ്സ് ഐഡിയ 23 ത്രിദിന ശില്പശാല സംഘടിപ്പിച്ചു. സംരംഭകത്വ മേഖലയോട് താൽപര്യവും അഭിരുചിയുമുള്ള കുട്ടികൾക്ക് മാർഗനിർദ്ദേശം നൽകുക, വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ സാമ്പത്തിക സാക്ഷരതയുടെ പ്രാധാന്യം മനസ്സിലാക്കുക, സംരംഭകത്വ മനോഭാവവും സംരംഭകരുടെ സവിശേഷതകളും തിരിച്ചറിയുക എന്നതാണ് പരിശീലനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ജനുവരി 10, 11, 12 തീയതികളിൽ ആയിട്ടാണ് പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നത്. തളിക്കുളം BRCയിലെ BPC സിന്ധു KH അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു.
തളിക്കുളം BRC പരിധിയിലെ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ പരിശീലനത്തിൽ പങ്കെടുത്തു. RP-മാരായ ഷംസുദ്ദീൻ TK, ആതിര PM എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഷിജിത്ത് വടക്കുംചേരി സംരംഭകത്വ മേഖലയെക്കുറിച്ചുള്ള തന്റെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും കുട്ടികളുമായി പങ്കുവച്ചു. CRC കോർഡിനേറ്റർമാരായ സലാഹുദ്ദീൻ തങ്ങൾ, ഷീബ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വികസന പ്രവർത്തനത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെന്റ് വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കണം എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ലൈഫ് പദ്ധതി എന്ന് പറയുന്ന ഒരു പ്രത്യേകം തയ്യാറാക്കിയൊരു പദ്ധതി. 4.5 ലക്ഷത്തോളം ആളുകൾക്ക് വീട് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകൾക്ക് അതിൻ്റെ പ്രവർത്തനവുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുകയാണ്. 16,000 കോടി രൂപയാണ് വീട് നിർമ്മാണത്തിന് വേണ്ടി ഇതുവരെ ചിലവഴിച്ചിട്ടുള്ളത്. ജനുവരി 20 DYFI മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി DYFI മണലൂർ ബ്ലോക്ക് ട്രഷറർ മിഥുന്റെ നേതൃത്വത്തിൽ കാഞ്ഞാണി ബസ് സ്റ്റാൻഡിൽ നടത്തിയ ലഘുലേഖ വിതരണം ഗായത്രി മാധവൻ, വിഷ്ണു പ്രസാദ്, അരുൺ ആനന്ദ്, വിജേഷ് രാജ്, വൈശാഖ് അന്തിക്കാട്, ദീപക് AS, അജീഷ് അജയൻ, അഞ്ജന, സുർജിത്, അമൽ എന്നിവർ നേതൃത്വം നൽകി. മണലൂർ പാലാഴിയിൽ 10 അടി നീളമുള്ള പുല്ലാനി മൂർഖനെ പിടികൂടി. തൊഴിലുറപ്പ് തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വീനസ് ക്ലബിന്റെ സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ പുൽക്കാടുകൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ വെട്ടിമാറ്റുന്നതിനിടയിൽ പാമ്പിനെ കണ്ട് തൊഴിലാളികൾ ഭയന്നോടിയതോടെ പാമ്പ് തൊട്ടടുത്ത് ഉപയോഗശൂന്യമായി ചേർന്ന് കിടക്കുന്ന കോൺക്രീറ്റ് കുഴിയിൽ വീഴുകയായിരുന്നുവെന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ പറഞ്ഞു. തളിക്കുളം സ്ക്വാഡിനെ അറിയിച്ചതിനെ തുടർന്ന് സ്ക്വാഡിലെ സലേഷും അജിത്തും എത്തി പിടികൂടി കൊണ്ടുപോവുകയായിരുന്നു. തീരദേശ മേഖലയിലെ ഉപ്പിന്റെ അംശമുള്ള മണലിലെ കൃഷിരീതികളെക്കുറിച്ച് പഠിക്കാൻ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ വാടാനപ്പള്ളി ചിലങ്ക ബീച്ചിലുള്ള ഓർഗാനിക് ഫാമിൽ സന്ദർശനം നടത്തി. കടലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ പടവലം, ചുരയ്ക്ക, പീച്ചിങ്ങ, വെണ്ട, മുളക്, ചീര, പയർ, തക്കാളി, ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയവയുടെ കൃഷിരീതികളും അവയ്ക്കുപയോഗിക്കുന്ന വളപ്രയോഗങ്ങളും നേരിട്ട് കണ്ടറിയുന്നതിനോടൊപ്പം കുടിവെള്ള പ്രശ്നം നേരിടുന്ന തീരദേശ മേഖലയിലുള്ളവർ മഴവെള്ള സംഭരണികളിലൂടെ സ്വയം പ്രതിരോധിക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി. വെള്ളാനി കാർഷിക കോളേജിലെ ടീച്ചറായ ഡോക്ടർ രശ്മി, രാജഗിരി കോളേജിലെ സോഷ്യൽ ഔട്ട്റീച്ചിലെ അധ്യാപകനുമായ രഞ്ജിത്തിനൊപ്പം സർവകലാശാലയിലെ അവസാന വർഷത്തെ 48 വിദ്യാർത്ഥികൾ അടങ്ങുന്ന സംഘമാണ് വാടാനപ്പള്ളി ചിലങ്ക ബീച്ചിലുള്ള ഓർഗാനിക് ഫാമിൽ സന്ദർശനം നടത്തിയത്. തീരദേശത്തെ മണലിൽ പച്ചക്കറികൾ വളരുമോ, ഇത്തരം കൃഷിരീതികൾ എങ്ങനെ ലാഭകരമാക്കുവാൻ സാധിക്കുമെന്ന് വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് കർഷകയായ മഹേശ്വരി വിശദീകരണം നടത്തി. അപ്പോൾ ഒരു കൃഷിനെ കുറിച്ച്, അതായത് തീരദേശത്ത് എങ്ങനെയാണ് കൃഷി, അതായത് ഉപ്പുള്ള മണ്ണിൽ എങ്ങനെ നമുക്ക് കൃഷി ചെയ്താൽ അത് വിജയിക്കും എന്നുള്ളതാണ്. അവർ അവിടെ നിന്ന് ഇത്രയും ദൂരം വരാനായിട്ട് അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ കടലോരത്തുള്ള ആ കൃഷി രീതിയെക്കുറിച്ചും കൂടി ഒന്ന് പഠിക്കാനും കൂടിയിട്ടായിരുന്നു അവരൊന്ന് വന്നത്. എല്ലാവരും വന്നിറങ്ങി ഫുഡൊക്കെ കഴിച്ചു. വന്നപ്പോൾ തന്നെ അവർക്ക് ഈ ഇത്രയും അടുത്ത്, അതായത് കടൽ മഴക്കാലം അല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. വെച്ചാൽ മഴ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരകളെടുത്തിട്ട് എല്ലാം നശിച്ചു പോകും. എന്നാലും ഒരു 6 മാസം നമുക്ക് കിട്ടിയാൽ മതി. ഇപ്പോൾ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീച്ചിൽ, വെണ്ട, കടലെന്ന് വെച്ചാൽ ഒരു ലെയറിൽ തന്നെ നമ്മൾ ഏതാണോ പിടിച്ചു വരുന്നതെന്ന് വെച്ചിട്ട് അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മിക്സ്ഡായിട്ടാണ് വെച്ചത്. കാഞ്ഞാണി പോണല്ലൂർ ദേശവിളക്കും അന്നദാനവും ഭക്തി നിർഭരമായി. പറത്താട്ടിൽ ഷെഡിന് സമീപം ഗുരുനഗറിൽ നടത്തിയ ആഘോഷത്തോടനുബന്ധിച്ച് വൈകിട്ട് തൃക്കുന്നത്ത് ക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. ഉടുക്കുപാട്ട്, വാദ്യമേളങ്ങൾ, പൂത്താലം മുതലായവയുടെ അകമ്പടിയോടെ ആരംഭിച്ച എഴുന്നള്ളിപ്പ് ഗുരുനഗറിൽ സമാപിച്ചു. തുടർന്ന് ശാസ്താംപാട്ട് നടന്നു. പുലർച്ചെ ആഴി നൃത്തം, വെട്ടും തടയും, മംഗളപൂജ എന്നിവ നടന്നു. പ്രസാദൂട്ടിലും നിരവധി പേർ പങ്കെടുത്തു. ഭാരവാഹികളായ സെൻ കല്ലാറ്റ്, ഷൈൻ അംബികേശൻ, വസന്തൻ CS, ഷനിൽ VS, ഷാൻഡിൻ കൊട്ടുക്കൽ, VG രാധാകൃഷ്ണൻ, ഷൺമുഖൻ VK, അജയൻ മുടത്തോളി, KS ശ്രീലാൽ, ഷിനോജ് CR, ജിതേന്ദ്രകുമാർ PD എന്നിവർ നേതൃത്വം നൽകി.
അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ ശരണമയ്യപ്പോ അയ്യപ്പ അയ്യപ്പന്റെ എടമുട്ടം കമ്മാറ അയ്യപ്പുണ്ണി തായ്വഴി കൂട്ടായ്മയുടെ പ്രഥമ സംഗമം ഈ മാസം 13-ന് ശനിയാഴ്ച രാവിലെ 9:30-ന് എടമുട്ടം കമ്മാറ ഓഡിറ്റോറിയത്തിൽ നടത്തും. സിനിമ സീരിയൽ ആർട്ടിസ്റ്റ് ഷൈജൻ ശ്രീവത്സം സംഗമം ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ്. നാടെങ്ങും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. നാട്ടിക എസ്.എൻ. ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജപ്തി ഒഴിവാക്കി തിരിച്ചെടുത്ത ആധാരം കളക്ടർ കൈമാറി. അനിതയുടെ ജീവരക്ഷാ പ്രവർത്തനം മാതൃകയായി. കൈവിരലറ്റയാളുടെ വിരൽ കണ്ടെത്തി തുന്നിച്ചേർത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.